നമസ്കാരം. എൻ്റെ പേര് ദീപു. ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ക്രിമിനൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ബേസിക്കായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു ക്രിമിനൽ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടാകുന്നു, അതായത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറി എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അടിക്കുന്നു, അല്ലെങ്കിൽ മോഷണം, വീട്ടിൽ മോഷണം നടക്കുന്നു, അങ്ങനെ എന്ത് ക്രൈമായാലും എന്ത് ക്രൈം നടന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റായിട്ട് കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കുകയല്ല വേണ്ടത്. പലരുടെയും ഒരു സംശയം അതാണ്, ഡയറക്റ്റ് കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണോ വേണ്ടത്? അങ്ങനെയല്ല. ആദ്യം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുക വേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കംപ്ലയിൻറ്റിൽ എഴുതുന്ന അലിഗേഷൻസ് എല്ലാം നല്ല സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ കഴിയുമെങ്കിൽ എഴുതുക. ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന ആൾ, ആ ക്രൈം ചെയ്ത ആളുടെ പേര് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ പേര് വെക്കുക, അല്ലെങ്കിൽ കണ്ടാൽ അറിയാവുന്നവർ 1-2 പേരുണ്ടെങ്കിൽ അങ്ങനെ ആ വിശദമായിട്ട് ആ ഇന്ന ദിവസം എന്നെ ഇപ്പോൾ വടി കൊണ്ടാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ വടി കൊണ്ടാണ് എന്നെ അടിച്ചത്, അല്ലെങ്കിൽ വാളുമായിട്ട് വന്നു, അങ്ങനെയാണ് എന്താണ് അവിടെ നടന്നത് അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ കംപ്ലയിൻറ്റിൽ എഴുതി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അത് പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ അടി കൊണ്ട് കിടക്കുന്ന ആൾ തന്നെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. ആ വിക്റ്റിം, ആ ക്രൈം എഫക്റ്റഡ് ആയ വിക്റ്റിം തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നില്ല. ആ വിക്റ്റിമിന് വേണ്ടി മറ്റ് മെമ്പേഴ്സിന് കൊടുക്കാം, നെയ്ബേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാം. ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഹയർ അതോറിറ്റീസിന്, കമ്മീഷണർ ഓഫ് പോലീസിനൊക്കെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം എന്നിട്ടും കേസ് രജിസ്റ്റർ ആവുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ്, സ്വകാര്യ അന്യായം നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. പലരും വിചാരിക്കും ഡയറക്റ്റായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ പോയി കംപ്ലയിൻ്റ് അങ്ങ് കൊടുക്കാം. അങ്ങനെ നമുക്ക് പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലയിൻറ്റ് കൊടുക്കുക, ഈ പറഞ്ഞ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു ക്രിമിനൽ കേസ് പ്രതിയാക്കപ്പെട്ടു, ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ഒരു ക്രിമിനൽ കേസിൽ യാദൃശ്ചികമായിട്ട് പ്രതി ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയവും അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആപ്രിഹെൻഷൻ, ഒരു ഭീതി നമ്മളിലുണ്ടാവും. ഏത് സമയം നമുക്ക് അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയും, മുൻകൂർ ജാമ്യം. മുൻകൂർ ജാമ്യത്തിന് നമുക്ക് സെഷൻസ് കോടതി മുമ്പാകെയോ ഹൈക്കോടതി മുമ്പാകെയോ ഒക്കെ പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ മുൻകൂർ ജാമ്യത്തിൽ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ആ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ച്, മെറിറ്റ് അനുസരിച്ച് അത് അനുവദിക്കുകയോ അല്ലെങ്കിൽ അത് ഡിസ്മിസ് ചെയ്യുകയോ ഒക്കെ കോടതി ചെയ്യും. ഈ മുൻകൂർ ജാമ്യത്തിൽ നമ്മൾ ഈ CRPC അനുസരിച്ച് ഒഫൻസിനെല്ലാം 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസും. ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം വളരെ എളുപ്പം കിട്ടും, വളരെ സീരിയസ്നെസ് ഒന്നും അധികം ഇല്ലാത്ത ടൈപ്പ് ഒഫൻസ് ആയിരിക്കും, ഒരു സീരിയസ് ഒഫൻസ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഫൈൻ അടച്ചാൽ മതി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടും. അതിനകത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എപ്പോഴാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എപ്പോഴും നമ്മൾ നോൺ ബെയിലബിൾ കാറ്റഗറി ഒഫൻസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒരു സീരിയസ് നേച്ചർ ഓഫ് ഒഫൻസ് ആയിരിക്കും. മർഡർ, റേപ്പ്, റോബറി അങ്ങനെയൊക്കെയുള്ളൊരു സീരിയസ് നേച്ചർ ഓഫ് ഒഫൻസിനാണ് കൂടുതലും ആൻറ്റിസിപ്പേറ്ററി ബെയിലൊക്കെ കൊടുക്കുന്നത്. മുൻകൂർ ജാമ്യം എടുത്ത് വെക്കാം. അതാണ് ഒരു ആപ്രിഹെൻഷൻ, നമ്മൾ ഏത് സമയം അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു ആപ്രിഹെൻഷനും ഭീതിയൊക്കെ വരുമ്പം ചെയ്യേണ്ട കാര്യം. അതുപോലെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, നമ്മൾ ഓൾറെഡി അറസ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓൾറെഡി നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ റെഗുലർ ബെയിൽ നമുക്ക് എടുക്കാൻ പറ്റും. റെഗുലർ ബെയിൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയും സെഷൻസ് കോടതി മുമ്പാകെയും ഹൈക്കോടതി മുമ്പാകെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ജനറലായിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് ഞാനിന്നിപ്പോൾ ഇവിടെ പറഞ്ഞത്.